പിടിച്ചോ, അവിടെ കഴുത്തി പിടിച്ചാ മതി നീ. ഞാൻ ഇതില് നല്ല വെട്ടമുണ്ട്. നല്ല മുറിഞ്ഞു കേട്ടോ. പുണ്യ തട്ടാതെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. തീന വെക്കണം, തീന തീന നമ്മളെ കടിക്കില്ല. ഇന്നലെ ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോൾ അവൻ കൊണ്ടുവന്ന് കുളിപ്പിച്ച സമയത്ത് എൻ്റെ അടുത്ത് ഒരു കോൾ വരുന്നുണ്ട്. എടി ഇതുപോലെ നമ്മൾ ആമിക്ക് ഒരു മുറിവ് കണ്ട്, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിലോട്ട് പോയി കേട്ടോ. ആശുപത്രിയിൽ പോയപ്പോൾ ഫ്രണ്ടിലെ കാഴ്ചയാണ് ഈ കണ്ടത്. അപ്പോൾ ഡോക്ടർ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ 1 മണിക്കൂറുകൾ അവിടെ വെയിറ്റ് ചെയ്തു. ഞായറാഴ്ചയുണ്ട്, ഒരു കടയില്ല. പിന്നെ ജംഗ്ഷനിൽ പോയപ്പോൾ ഒരു ബേക്കറി കട കണ്ട്, എല്ലാം അടച്ചു പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബിസ്ക്കറ്റ് മേടിച്ച് എനിക്ക് തോന്നുന്നു അമ്മ ഡോഗിനെ കണ്ടില്ല, ഇനി ഉണ്ടാവുമോയെന്നും അറിയത്തില്ല. ഇങ്ങനെ എല്ലാം ഇങ്ങനെ നല്ല ഉണങ്ങി എല്ലും തോലുമായിട്ട് കിടപ്പുണ്ട്. മൃഗാശുപത്രിയുടെ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പം ഞാൻ പിന്നെ ഒരു ബിസ്ക്കറ്റ് മേടിച്ച് പൊട്ടിച്ചിട്ട് കൊടുത്ത്. പക്ഷെ എല്ലാം കഴിച്ചില്ല. ഒരു ബിസ്ക്കറ്റും പാതി ബിസ്ക്കറ്റും ഒക്കെ തന്നെ എല്ലാ ഡോഗുകളും കഴിച്ചു. ഒരു 5-6 ഡോഗ് ഉണ്ടായിരുന്നേ. അപ്പം എന്നിട്ട് ഞാൻ ആമിയെ കാണാൻ പോണില്ല, എനിക്ക് മുറിവുണ്ടെന്ന് പറഞ്ഞ് സഹോദരൻ വിളിച്ചപ്പം ഞായറാഴ്ചയല്ലേ, ഡോക്ടർ കുറച്ച് നേരമൊക്കെ കാണത്തുള്ളൂ, പറയാൻ പറ്റില്ല, ചിലപ്പോഴേ ഡോക്ടർ വരാൻ ചാൻസ് ഉള്ളൂ ഞായറാഴ്ച. എനിക്കറിയത്തില്ല ഉണ്ടോ ഇല്ലേന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പാടെ നേരെ ആശുപത്രിയിലേക്ക് ഓടി. സത്യം പറഞ്ഞ ചേട്ടൻ്റെ കൂടി പോലും പറഞ്ഞില്ല. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് സമയം പോലും വേണ്ട, ഒരു 5 മിനിറ്റ് മതിയല്ലോ. 2-2.5 കിലോമീറ്ററിൻ്റെ അടുത്തല്ലേ ആശുപത്രി. പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് കരുതിയിട്ട് കാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് ഞാനങ്ങ് പോയി. ചേട്ടൻ തോട്ടത്ത് പോയി മരം വെട്ടാനായിട്ട്. ഞാൻ അവിടെ നിന്ന് ഒരു 10:30 മണി എന്തോ ആയപ്പം ഡോക്ടർ വന്നു. പിന്നെ 10-11 അത്രയും 1 മണിക്കൂറോളം അവിടെ നിന്നു. പിന്നെ ഇത് ഡോക്ടർ മരുന്നൊക്കെ എഴുതി തന്നു. പിന്നെ എല്ലാം ലോഷനും തന്നു. പിന്നെ ഒരു പൊടി തന്നു, എണ്ണയിൽ ഇട്ട് ചാലിച്ച് തേക്കാൻ പറഞ്ഞ്. വെളിയിൽ നിന്ന് എഴുതി തന്നിരുന്നെങ്കിലും ഞാൻ എന്ന് വെച്ചാൽ പൗഡർ രഞ്ജു അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ. സഹോദരൻ്റെ പേരാണ് രഞ്ജു. അപ്പോൾ അവ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് ഡോക്ടറിന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നന്നായിട്ട് ആ മുടിയെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് അവിടെ ഓയിൽമെൻ്റ് ഇടുക, അല്ലെങ്കിൽ ഇത് രോമം കാരണമേ, ഇതിൻ്റെ മുടി കാരണം ഇതിൻ്റെ ചലം വീടിനടുത്തെല്ലാം ചീഞ്ഞു പോവും, ഇങ്ങനെ നീറിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഡോക്ടറെ അടുത്ത് കാണിക്കുമ്പോൾ ഒന്നും മുറിവായിട്ടേ ഇല്ല. അങ്ങനെ ഇതൊക്കെ പോലും കൊടുക്കാതെയാണ് ഞാൻ പോയത്. പിന്നെ ചേട്ടൻ വീട്ടിൽ വന്ന് എന്നെ ഒരേ ബഹളം, നീ ഒന്ന് പറയാതെയും ചോദിക്കാതെ എവിടെയെങ്കിലും പോയി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്ന് മരുന്ന് കൊടുത്തിട്ട് അവരോട് ഇട്ടോളാൻ പറഞ്ഞ് ഞാനിങ്ങ് പോന്നു. ഇവിടെ വന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവൻ്റെ കൂടി ഇട്ട് കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോൾ അവൻ ഒരേ വിളി, എടി നീയും കൂടി വന്നാലേ അതിൻ്റെ മുടി മുറിക്കാൻ പറ്റത്തുള്ളൂ, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല, നീ വാന്ന് വിളിച്ച്. പിന്നെ ഞാൻ രാത്രി പോയി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കയ്യോറയൊക്കെ വാങ്ങിച്ചതാ, ഇങ്ങനെ പിടിച്ച് ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു, കാരണം ഇങ്ങനെ ചലം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി പോയതാ. സത്യം പറഞ്ഞാൽ ഞങ്ങളെക്കാളും ടെൻഷനും വിഷമവും അവനായിരുന്നു. നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും, ഞങ്ങൾ ഉൾപ്പെടെ, നമുക്ക് ആമിയെ നമ്മളെ വീട്ടിൽ എന്തോ ആരൊക്കെയോ ആയി കേട്ടോ. ഞങ്ങളുടെ ഒരു കുഞ്ഞു വാവ നമ്മളെ വീട്ടിൽ വന്നതുപോലെ അത്ര സ്നേഹമായി. ഞങ്ങൾക്ക് മാത്രമല്ല അവനും അങ്ങനെ തന്നെ, മക്കളെ എന്നുള്ള ഒരു, അവൻ അറിയാതെ അവളിങ്ങനെ കരയുമ്പോൾ എല്ലാം മക്കളെ, എന്നിട്ട് അവൻ ഇങ്ങനെ പറയണം എന്ന് വെച്ചാൽ അവനെ കടിക്കാൻ ഇങ്ങനെ വന്നിട്ട് നക്കി. അതിനുകൊണ്ട് ഇങ്ങനെ കടിക്കാൻ വന്നിട്ട് അവനെ കടിച്ചില്ല കേട്ടോ. അവനങ്ങ് കടിക്കാൻ ഇങ്ങനെ വന്നിട്ട് എൻ്റെ സഹോദരനെ കടിച്ചില്ല. അതും ഭയങ്കര ഫീലായിരുന്നു കേട്ടോ നമുക്ക്. അമ്മ അതിനെ ഒന്ന് സമാധാനം വിട്. ഇപ്പൊ ഒന്ന് ചെയ്യല്ലേ, ഇപ്പൊ ഒന്നും ചെയ്യല്ലേ, അതൊന്ന് സമാധാനപ്പെടട്ടെ. കൈ പോട്ട്
കുഞ്ഞൊക്കെ തന്നാ മുടി കുറച്ചുകൂടി പറ ഇത് എന്നെ തേച്ചു എന്നിപ്പോ വാലില് എവനെ അപ്പൊ പിടിക്കിട്ടടി എത്ര മണിക്ക് തുറക്കും മക്കളെ? സാധനം ഇപ്പൊ തേക്കുന്നത് ഇവിടെയാണ് പുണ്ണ അതിനകത്ത്. അതിനകത്ത് അങ്ങോട്ട് തേക്കണ്ട. അമ്മ സാധനം കുറച്ചും കൂടെ എടുത്തിട്ട് വരൂ. ഒരു ആ മൊത്തം ആ മരുന്ന് ഫുൾ അങ്ങോട്ട് ഞാൻ കട്ട് ചെയ്ത് തരാം. കൊറേ നാള് വേദനയൊക്കെ കാണും. കട്ട് ചെയ്ത് തരാം. രാവിലെ നനച്ചൊക്കെ എടുക്കാത്തുണ്ട്. മക്കള് കൈ തരി. ഇത് വയ്യടി അങ്ങനെ ഒയിരേന്ന് വെട്ടി വാ. അങ്ങനെ കട്ട് കൊടുത്തു. പിടി വാല് പിടി. ഇങ്ങോട്ട് കാണിച്ചോട്, നീ അവനെ പിടിക്കണ്ട. നീ അങ്ങനെ പിടിച്ചോളൂ. ഒരു മുടി പോലും അനങ്ങി അതിന്റെ ഉയിര് പോകും കേട്ടാ. മക്കളെ കുളിപ്പിച്ചപ്പോ കണ്ടത് അതുവരെ ഒരു കുഴപ്പമില്ല. ഇവിടെ തട്ടാതെ നമുക്ക് എന്താണ് ഇവിടെ ഒരു കമ്പ് ഇങ്ങനെ വയ്ക്കണം. ഫ്രണ്ടിൽ ആ കമ്പിൽ കയറി കെട്ടി ഇതിനകത്തോടെ ഇങ്ങനെ എടുത്ത് ഇവിടെ ഞാൻ ഇങ്ങനെ ഇരുന്നോളാം, എന്നെ ഒന്നും ശല്യം ചെയ്യല്ലേ, എനിക്ക് വാങ്ങുന്നു. പാവല്ലേ. അപ്പം ഞങ്ങള് പല രീതിയിലും ഞാനാണ് ഒരു കവർ ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ ചെവി അകത്തൂടി വെച്ച് നോക്കി. പിന്നെ എൻ്റെ ഇളയ കുഞ്ഞും ഒരു പേസ്പോർട്ട് ഒരു കവറിന് അത് പേപ്പർ ഇങ്ങനെ മുറിച്ച് അതിൻ്റെ ചെവി. അപ്പം ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവന്ന് ഇവൻ തലയിൽ കൊണ്ട് വെച്ച് കൊടുക്കുകയാണ്. അവളും അതുപോലെ തന്നെ മിണ്ടാതിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇവളിങ്ങനെ മുറിവിലോട്ട് നക്കി അതങ്ങ് വാല് മുറിഞ്ഞു പോകുമെന്നുള്ള പേടി. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം ഇത് ഓരോന്ന് അവൾക്ക് എന്തിനു വേണോ വെച്ച് കൊടുത്തു, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ വാലിൽ ആരും തൊട്ടില്ല. എന്ന് വെച്ചാൽ അടുത്തോട്ട് പോലും വാലിൽ പോകുമ്പോൾ അവൾ വിളി തുടങ്ങും. അങ്ങനെ പിന്നെ ചോറ് കഴിപ്പിക്കണം ഇതെല്ലാം വെച്ചപ്പോഴേക്കും അമ്മ പറഞ്ഞു അയ്യോ നൈറ്റ് ചോറ് കൊടുത്തില്ല എന്ന്. പക്ഷെ അതിൽ കൂടി ഇരുന്ന് അവളെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവളങ്ങ് ചാടി, ഇതെല്ലാം അങ്ങെടുത്ത് ദൂരെ കളഞ്ഞിട്ട് അവൾ ചാടി എണീറ്റ്. ഇത് ചുമ്മാ ഷോയ്ക്ക് അവൾ നമുക്ക് വേണ്ടി കിടന്നു തന്നതാണ് കേട്ടോ. നിങ്ങൾ എന്ത് വേണോ നിങ്ങൾക്കൊരു സമാധാനത്തിനൊന്നുള്ള പോലെ എല്ലാം വെക്കാൻ വേണ്ടി അവൾ കുറച്ച് നേരം ഇരുന്ന് തന്ന്. പിന്നെ അവളതെല്ലാം കഴുത്തിൽ ഒരു കിണ്ടിയപ്പോൾ എല്ലാം അങ്ങ് പോയി. പിന്നെ അമ്മയ്ക്കൊക്കെ അങ്ങ് മക്കളെ പഴയത് കൈതാന്ന് പറഞ്ഞ് രാത്രി എന്നിട്ട് വേണം കണ്ട വേദന കൊണ്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അവൾ കൈ തരാത്ത. ഞങ്ങൾക്ക് ആർക്കും ഞാൻ ഏകദേശം ഒരു 10 മണി വരെ അവിടെ ഉണ്ടായിരുന്നു രാത്രി. പിന്നെ ഒരു സമാധാനവും ഇല്ല, വീട്ടിൽ വരാനേ തോന്നിയില്ല. ഇന്നലെ വീഡിയോ ഇടാത്തത് ഇനി ഇത് മതി ആളുകൾക്കെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇട്ടില്ല. എല്ലാം വീഡിയോ ഇടണ്ടാന്ന് കരുതി ആമിയുടെ കാര്യമൊന്നും. പക്ഷെ എനിക്ക് സമാധാനമില്ല. എനിക്കറിയാം വീഡിയോ ഇട്ടുക ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ടാൽ നമുക്കതൊരു ഉപകാരപ്പെടുമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ രാവിലെ വീഡിയോ ഇട്ടത്. വീഡിയോ ഇട്ടപ്പോഴാണ് രാവിലെ തന്നെ നിങ്ങളുടെ മെസ്സേജ്, നിർമ്മല ചേച്ചിയുടെ മെസ്സേജ് കണ്ടു. പിന്നെ ഞങ്ങൾ രാവിലെ പ്ലാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 9:30-10 മണിയാവുമല്ലോ ഡോക്ടർ വരാൻ. ഞാൻ അങ്ങനെ അവൻ്റെ അടുത്ത് നീ ഇന്ന് ജോലിക്ക് പോകണ്ട, അല്ലെങ്കിൽ 10 മണിക്ക് ശേഷം നീ പോയാൽ മതി എന്ന് പറഞ്ഞ് ഒരു 9:45 വരെ അവൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഒരു 9 മണി മുതലേ ഡോക്ടറെ വിളിക്കാൻ തുടങ്ങിയത്. എപ്പോഴെങ്കിലും ഡോക്ടർ ഉണ്ടായിട്ടല്ലേ അവനെയും നമുക്ക് ഡോഗിനെയും കൊണ്ടേ നമുക്ക് ആശുപത്രി പോയി ഇരിക്കാൻ പറ്റൂലല്ലോ മണിക്കൂർ. അപ്പം ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമ്മൾ ആമിയും കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാൻ ഒരു 8-10 പ്രാവശ്യം ഡോക്ടറെ വിളിച്ചതിന് ശേഷം ഡോക്ടർ ഇങ്ങോട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അതെ ഡോക്ടർ, ഞാൻ ഇന്നലെ വന്ന ആളാണ്. ഇതുപോലെ അവൾക്ക് ഇന്നലത്തേക്കാൾ നല്ല നീറിപ്പോയി രാത്രി. ഇങ്ങനെ രാവിലെ കഴിച്ചപ്പോൾ ഇങ്ങനെ അലിഞ്ഞ് നിൽക്കുകയാണ്. ഞങ്ങൾ കൊണ്ടുവരട്ടെ, ഒന്ന് ക്ലീൻ ചെയ്ത് ആ മുടിയൊക്കെ ഒന്ന് ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ എടുത്തോ, എന്തെങ്കിലും ഡോക്ടർ കൂടി ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് സഹകരിക്കാത്ത ഡോഗ് പിന്നെ എൻ്റെ അടുത്ത് എങ്ങനെ സഹകരിക്കണം, നിങ്ങളെ കൊണ്ട് പറ്റും പോലെയൊക്കെ മുടി എടുത്ത് രോമം എല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ തന്നെ വേണമെങ്കിൽ ഒരു മരുന്ന് കൂടി എഴുതി തരാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അതിൻ്റെ സ്പെല്ലിങ് പറഞ്ഞ് എഴുതി ഞാൻ വാട്സപ്പിലെടുത്ത്. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു നീ എത്രയും വേഗം ഇതിനൊരു മാസ്ക് മേടിച്ചിട്ട് വാ,
എന്ന് പറഞ്ഞ്. അപ്പം ഡോക്ടർ പറഞ്ഞ മരുന്ന് ഇവിടെ അമ്പൂരി കിട്ടുമെന്ന് പറഞ്ഞു, നമ്മളെ അടുത്ത ഭാഗത്ത് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെയാണ് വീഡിയോ ഇടുന്നത്. വീഡിയോ ഇട്ടപ്പോഴാണ് നിർമ്മല ചേച്ചി ഇതുപോലെ ഒരു മരുന്ന് നല്ല മാറും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഉടനെ തന്നെ അവനെ വിളിച്ച് അവൻ കാട്ടാക്കട പോയി മാസ്കും, കാട്ടാക്കട എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ, അതിൻ്റെ അപ്പുറമാണ് അവന് ജോലിക്ക് പോകേണ്ട. അപ്പോൾ 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ അവൻ ഇതെല്ലാം മേടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കുറച്ച് ദൂരം, പകുതി ദൂരമെങ്കിലും നീ വാ, എനിക്ക് പിന്നെ ജോലിക്ക് പോകണമല്ലോ. അക്ഷയയിലാണ് അവൻ. അപ്പം നീ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ പകുതി ദൂരം, ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടല്ലോ, ഞാനും കൂടി പോയി പകുതി ദൂരം പോയി ഈ സാധനം എല്ലാം മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ രാവിലെ കാപ്പി പോലും കുടിച്ചിട്ടില്ല. ഞാനും എൻ്റെ മോളും കൂടി രാവിലെ 9 മണി മുതൽ ഡോക്ടറെ അടുത്ത് കോളും വെച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ നേരെ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വരാമല്ലോ എന്ന് കരുതിയിട്ട് പോയതാണ് സഹോദരൻ്റെ ഇത് സാധനങ്ങൾ വാങ്ങിക്കാൻ. എന്നിട്ട് നേരെ നമ്മൾ ആമീൻ്റെ അടുത്ത് പോയി. പിന്നെ സമയം പോയത് എങ്ങനെയെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. 1 മണിയായി. മോള് തലകറങ്ങി വീഴാറായി. അമ്മ എനിക്ക് വിശന്നിട്ട് വയ്യാന്ന്. പിന്നെ വീട്ടിൽ വന്ന് അവൾക്ക് കാപ്പിയൊക്കെ കൊടുത്ത് പിന്നെ വൈകുന്നേരം ഉച്ചയൊക്കെ ആയല്ലോ, ഞാൻ മുറിവിൽ എപ്പോഴും ഇടണ്ട എന്ന് കരുതി ചൂടുവെള്ളവും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഉപ്പുമൊക്കെ ഇട്ട് ഉച്ചയ്ക്ക് കഴുകി സമാധാനമൊക്കെ പെടുത്തി. വരാൻ തോന്നൂല കേട്ടോ, കുറച്ച് നേരമെങ്കിലും അവൾ നക്കാതെ ഇരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരിത്. ഇന്ന് രാത്രി ഞാൻ പോയതാണേ. അവൻ വന്ന ഉടനെ സന്ധ്യയായപ്പോൾ എന്നെ നീയും കൂടി വാ. ഞാൻ പറഞ്ഞേട്ടാ, ഞാൻ ഉച്ചയ്ക്ക് വന്നൊക്കെ ക്ലീൻ ചെയ്തിട്ട് തന്നെ. ഇല്ല, നീ ഇനി ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, നീയും കൂടി വന്നേ പറ്റൂ. പിന്നെ ഞാൻ നൈറ്റ് പോയി. അല്ലെങ്കിൽ അവൻ വിളിച്ചില്ലെങ്കിലും പോവും, ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ 7 മണിക്ക് ഞാൻ പോയി. ചൂടുവെള്ളവും പിന്നെ ലോഷനും ഒക്കെ എടുത്ത് ഞാൻ തുടച്ചൊക്കെ കൊടുത്ത്. പിന്നെ നമ്മളെ ഓയിൽമെൻറ്റ് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ഇട്ടപ്പോഴേ അവൾക്ക് ഇന്നലത്തെ കാലം നമ്മൾ മുറിവിലേ തൊടാനൊക്കെ അവൾ സമ്മതിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചത്തെ ഒരു മരുന്ന് ഇട്ടപ്പം തന്നെ അവൾക്ക് ഇത്തിരി നമ്മൾ ഇന്നലെ ഇങ്ങനെ വെട്ടി തിരിച്ചുകൊണ്ടിരുന്ന അവൾ ഇന്ന് കുഴപ്പമില്ല. പിന്നെ അവൻ മാസ്കൊക്കെ ഇട്ട് കൊടുത്ത്, നല്ല ഇറുക്കി മാസ്കൊക്കെ വെച്ച് കൊടുത്ത്. ഞാൻ ഉച്ചയ്ക്ക് മാസ്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് ആയപ്പോൾ തന്നെ അവൾ ഇങ്ങനെ 2 കുടയും കുടഞ്ഞപ്പോൾ അതങ്ങ് പോയി. പിന്നെ ഞാൻ അവളെ അഴിച്ചുകൊണ്ട് വന്ന് ഞാനിവിടെ സിറ്റ് ഔട്ടിൽ കിടത്തി. പിന്നെ അവളും എന്നെ ഇങ്ങനെ സഹകരിച്ച് ഞാൻ കിടന്നോളാന്നുള്ള ഒരു രീതിയിൽ. പാവം കേട്ടോ, സഹിക്കാൻ പറ്റൂല. നമ്മളെ കൂടെ ഇങ്ങനെ മാസ്കും വെച്ച് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നാൽ മതി. എനിക്ക് സങ്കടം വരണം കേട്ടോ. അവളിങ്ങനെ തടവി കൊടുത്തപ്പോൾ ഭയങ്കര വേദനയും അങ്ങനെയൊക്കെ. പിന്നെ കുറേ നേരം ഞാൻ അവളുടെ അടുത്ത് തന്നെ ഇരുന്ന്. പക്ഷേ ചേട്ടൻ വന്നില്ലായിരുന്നു. ഞാനിവിടെ വരുമ്പോഴൊന്നും ചേട്ടൻ വന്നില്ല. ഞാനും ഇളയ മോളും കൂടിയാണ് വന്നത് കേട്ടോ. ഞാൻ വിചാരിച്ച് ശ്രീകുട്ടി എന്നെ വിളിക്കും, അച്ഛൻ വരുമ്പോൾ വിളിക്കും എന്ന് വിചാരിച്ച് ഞാൻ അവിടെ തന്നെ ഒരു 8:30 9 മണി വരെ അങ്ങിരുന്നു. 9 മണി വരെ ഇരുന്ന്. എന്നിട്ട് എനിക്ക് വരാൻ വയ്യ. ഞാൻ ഇങ്ങ് പോന്ന അമ്മയ്ക്കൊന്നും അവളെ ചിലപ്പോൾ വീണ്ടും ചെന്ന് കസേരയെ കൊണ്ടുവന്ന് ഇരുത്തും. അവളിങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ട് കിടന്നോട്ടെ അമ്മ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട്, ഇല്ല ഇവിടെ ഞാൻ ഉറങ്ങാൻ നേരം അമ്മ വേണമെങ്കിൽ നിങ്ങൾ അങ്ങ് കൊണ്ടുവന്ന് കസേരയെ കിടത്തിക്കോ, അല്ലാതെ ഇവിടെ കിടന്നോട്ടെന്ന് പറഞ്ഞു. ഞാൻ 9 മണി വരെയും പിന്നെ ഇങ്ങനെ തടവി അവിടെ ഇരുന്നു. പിന്നെ ഞാൻ അവിടുത്തെ സിറ്റ് ഔട്ടിൻ്റെ അടുത്തുള്ള ജനലിൽ അവളെ തുടലിട്ടിട്ട് അവിടെ തന്നെ ഒരു ഷീറ്റും ഒക്കെ ഇട്ട്. സഹിക്കാൻ പറ്റൂല കേട്ടോ. അവൾക്ക് ആ ഒരു സ്നേഹവും നമ്മളിവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഗുണ്ടുവിനേക്കാളും മാനസികമായിട്ട് അവളെ ഭയങ്കര ഇഷ്ടം. പിന്നെ അമ്മ നന്നായിട്ട് മാറി കേട്ടാ. നിങ്ങൾ വാരി കൊടുക്കോ അമ്മ? അമ്മയോട് ചോദിക്കണം, അമ്മയും ഇങ്ങനെ വാരി കൊടുക്കുമോന്ന് ചോദിച്ചത്. അപ്പം അമ്മ പറഞ്ഞു, എനിക്ക് ശ്വാസം മുട്ടുമല്ലോ ഉണ്ട്, എന്നാലും ഞാൻ ദൂരെ കൂടി അവക്ക് 5-6 ഉരുള ചോറൊക്കെ ഞാൻ കൊടുക്കും. അവക്ക് മതിയായപ്പോഴും ഇങ്ങനെ ഞാൻ പറഞ്ഞു കുറച്ചുകൂടി ചോറ് കൂടമ്മാന്ന് പറഞ്ഞപ്പോൾ, ഇല്ല മക്കളെ, എനിക്ക് അവളെ കണക്കറിയാം എന്ന് പറഞ്ഞു. അപ്പം ആ ചോറും കഴിച്ചിട്ട് അവൾക്ക് മതി എന്ന് പറഞ്ഞ് തിരിഞ്ഞതാണ്. ഇനി വേണ്ടെന്നേ അവൾ പറയുള്ളൂ. ഇനിയുള്ള ഉരുള നിർബന്ധിച്ച് കൊടുക്കണമെന്നുള്ള ഭാവത്തിൽ അമ്മ ബാക്കിയുള്ള ഉരുള, അല്ലെങ്കിൽ അവള് ഈ
വിശപ്പ് മാറുന്നേരെ അവൾ ഇങ്ങനെ കഴിക്കുള്ളൂ. പിന്നെ ഞാൻ അങ്ങോട്ട് പോയി കഴിയടി എന്ന് പറഞ്ഞപ്പം ബാക്കിയുള്ള ചോറും കൂടി കഴിച്ച്. അങ്ങനെ എല്ലാവരും നമ്മളെ ആമിയുടെ സ്നേഹത്തിൽ അങ്ങ് വീണ് കേട്ടാ. ആമി നമ്മളെ സ്നേഹം കൊണ്ട് കീഴടക്കി, അതേ പറയാവുള്ളൂ. അവർക്ക് എല്ലാവർക്കും, എൻ്റെ വീട്ടിലെല്ലാവർക്കും അവളെ ഇഷ്ടമാണ്. വീട്ടിൽ കയറല്ലെന്ന് പറഞ്ഞാൽ അവിടെ കിടക്കും. അല്ലെങ്കിൽ കയറാന്ന് വെച്ചാൽ നമ്മളെ ഗുണ്ടൂനെ പോലെ വാശിക്കാരനല്ല ആമി. എല്ലാം നമ്മൾ സഹകരിക്കണമായിരുന്നു. ഇറങ്ങടി എന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്ന് ഇറങ്ങി ഈ വരാന്തയിൽ കിടക്കും. ഞാൻ പിന്നെ ഇവിടെ ഒരു ഷീറ്റൊക്കെ ഇട്ട്, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ അമ്മ ഇവിടെ തന്നെ, അമ്മ ഒരു കസേര ഇട്ട് സീരിയൽ കണ്ടോ, അവൾ ബാക്കിലോട്ട് വല്ലതും നക്കണമെങ്കിൽ അമ്മ പെട്ടെന്ന് ആമീന്നൊരു വിളി വിളിച്ചോണമെന്ന് പറഞ്ഞു. ഞാനും ഒരിക്കൽ എന്തോ അവൾ ബാക്കിലോട്ട് തിരിഞ്ഞപ്പോൾ ആമീന്ന് വിളിച്ച്. അപ്പോഴേക്കും അവൾ പിന്നെ നൂന്നി എന്നെ അങ്ങിരുന്ന്. അങ്ങനെ ഞാൻ കുറേ നേരം ഇരുന്നിട്ടും വിളിയൊന്നും വന്നില്ല, ചേട്ടൻ്റെ വിളിയൊന്നും വന്നില്ല. എന്നെ കണ്ടില്ലെങ്കിൽ ഉടനെ വിളിക്കുന്നത്. പക്ഷേ ഈ ശ്രീകുട്ടിയോട് പറഞ്ഞ് ചേട്ടൻ വന്ന് 8:30 എന്തോ വന്നിട്ടുണ്ടായിരുന്നു ജോലി കഴിഞ്ഞിട്ട്. പക്ഷേ എന്നെ വിളിച്ചില്ല. ഞാൻ ഇതുവരെയും ചേട്ടൻ വരാത്തത് കൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഇവിടെ വന്നപ്പോൾ ചേട്ടനുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ല ഒന്നും. ഞാൻ പറഞ്ഞതുപോലെ ആമിയെ കാണാൻ പോയതാണ്, ക്ലീൻ ചെയ്യാൻ പോയതാണെന്ന് പറഞ്ഞു. പിന്നെ അവളെ വരുന്നേരം ഞാൻ ഇവിടെ കൊണ്ട് പമ്മി കിടക്കുന്നുണ്ട്. ഇന്ന് അവൾക്ക് സുഖമായെന്ന് തോന്നണം. കാരണം ഇന്നലത്തേൻ്റെ അത്രയും ഇഷ്ടമില്ല. അവളൊരു സ്വസ്ഥതയും ഒരു സമാധാനവും ഒക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ എന്തായാലും ആമിയുടെ വിശേഷങ്ങളും അപ്ഡേഷനൊക്കെ ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ആമിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കമന്റ് ഇടുക, ആമിക്ക് സുഖമാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം നാളെ കാണാവേ.